എന്നാ തണുപ്പാടാ ഇത്? നീ ഇവിടെ കരിയിലടിച്ചുകൊണ്ട് നിൽക്കുകയാണോ? റിൻസി നിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് തിരക്കുന്നുണ്ട്. അവളെന്തിനാ എന്നെ തിരക്കുന്നേ? ഞാൻ രാവിലെ ഏറ്റ് പുട്ടും കടലയും ഉണ്ടാക്കി ആ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ട്. എത്ര സുഖ സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഇത് എന്നാ നാടാടാ. വീട്ടുപണിക്ക് ഒരാളെ കിട്ടില്ലെങ്കിൽ പിന്നെ എന്നാ കാര്യം? നിന്റെ കാര്യം തന്നെ നോക്ക്. നീ കാലത്ത് എണീറ്റ് പ്രാതലുണ്ടാക്കണം, പിന്നെ മുറ്റമടി. എന്റെ പൊന്നപ്പച്ച, നാട്ടിൽ കുടുക്കപ്പാറ ഷാപ്പിൽ ചെന്ന് ജോർജിന് അമേരിക്ക മുറ്റടിയാ, പാത്രം കഴുക, ഇതൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ. ഇൻഷുറൻസ് ഏജന്റാന്ന് മാത്രമേ പറയാവുള്ളൂ. പിന്നെ ഒന്നാമത് ഇതിന് ലീഫ് റിമൂവിംഗ് എന്നാ പറയണേ, മിറ്റടി എന്നല്ല പറയണേ. ആ പിന്നെ ഇതൊക്കെ മെനയാക്കിയിട്ടില്ലേ കൗണ്ടിക്കാർ ഫൈൻ അടിക്കും. ഈ കൗണ്ടിക്കാരുടെ ഒരു കാര്യം, നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന പുല്ല് കളച്ച് മാറ്റാൻ പറ്റുകയില്ല. പറമ്പിൽ കരിയില വീണ ഉടനെ മാറ്റിക്കോണം. പിന്നെ നിനക്കിവിടെ സ്വന്തമായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക? ഉണ്ടുണ്ട്, എനിക്ക് സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഈ വീടിൻ്റെ മോർഗേജ്, അതായത് ഹൗസിംഗ് ലോൺ, അത് ഞാൻ തന്നെ അടയ്ക്കണം. അല്ല, ഒരു വിധത്തിൽ കൗണ്ടിക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഹാലോവിനൊക്കെ വരുമല്ലേ, ഇതൊക്കെ വൃത്തിയാക്കിയിട്ടില്ലേ പിള്ളേർ നടക്കണ വഴിയല്ലേ. ഹാലോവിനോ? അതെന്താണ് ഈ ഹാലോവിൻ? അതാ പച്ചാ, ഈ നമ്മുടെ ക്രിസ്മസ് പോലെ ഇവിടുത്തെ വലിയൊരു ആഘോഷമാണ് ഈ ഹാലോവിൻ. അതിനെക്കുറിച്ച് നമ്മുടെ പള്ളിയിലൊന്നും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. അതിന് പള്ളി പറയാൻ ഇത് ദൈവത്തിൻ്റെ ആഘോഷമല്ല, പിശാചിൻ്റെയാണ്. മനസ്സിലായോ? അതായത് ഒക്ടോബർ 30 ഇവിടുത്തെ വലിയൊരും പിള്ളേരും അടക്കം ഓരോരോ വേഷമൊക്കെ കെട്ടി ഈ വീടാന്തരം കയറി ഇറങ്ങും. അതായത് ത്രിക്കോ ത്രീറ്റ് എന്നും പറഞ്ഞാൽ അവർ കൈ നീട്ടും. അപ്പം നമ്മൾ മെല്ലെ മൊട്ടായോ കിട്ടായോ ഒക്കെ അവർക്ക് കൊടുക്കണം. അവരതും മേടിച്ചൊരു നന്ദിയും പറഞ്ഞ് അടുത്ത വീട്ടിലേക്ക് പോയിക്കോളും. ചുരുക്കം പറഞ്ഞാൽ ഒരു വിധത്തിലുള്ള തെണ്ടൽ, അതായത് വേൾഡ് പിശാചി ഡേ. അതാണ് ഹാലോവിൻ. അപ്പം പിശാചികൾക്കും ഒരു ഉത്സവം. നല്ല നാട്. ഞാൻ ഈ ഹാലോവിൻ ഒരു വിച്ചാകും പോവാ. What are you guys gonna be? Matt, what are you gonna be? Halloween, പിന്നെ I'm too old for that stuff. What? Too old? Even Gary ചേട്ടൻ പോലും ഡ്രസ്സപ്പ് ചെയ്യാൻ പോവാ. What? ചേട്ടൻ മേഷം കിട്ടുന്നുണ്ടോ? പക്ഷേ എന്തുവാണെന്ന് ഞാൻ പറയത്തില്ല. അത് സസ്പെൻഡാ. ഞാൻ വരാത്ത നിങ്ങൾ പേടിച്ച് ഹൊറാവും, അതുറപ്പാ. ഞാൻ ഫാൻസി ഡ്രസ്സിനെ സ്കൂളിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്, അറിയാവോ? ഈ പിള്ളേരാകെ പുസ്തകം തുറന്നു നോക്കുന്നത് വാവനും സംക്രാന്തിക്കുക. നീ ഇവരുടെ കൂടെ കളിച്ചോണ്ടിരിക്കുവാണോ? Daddy, when are we gonna go get a costume? എന്റെ മാനെ, ഈ കൊല്ലം ഇനി കോസ്റ്റ്യൂമും ഗീസ്റ്റ്യൂമും ഒക്കെ വേണോ? നിങ്ങൾ വലിയ പിള്ളേരായില്ലേ? പിള്ളേർ മാത്രമല്ല സെലിബ്രേറ്റ് ചെയ്യണേ, older people celebrate it too. ഇപ്രാവശ്യം ഗേഗിരി ചേട്ടൻ ഒരു കോസ്റ്റ്യൂം ഉണ്ട്. അവനിപ്പോ ആയാ, അവന് പ്രത്യേകിച്ച് മേക്കപ്പോ കോസ്റ്റ്യൂമോ വല്ലതും വേണോ? ഓ വാ ചേട്ടാ, ചുമ്മാ ഞങ്ങളുടെ ഒരു കമ്പനിക്ക് നല്ല ക്യാൻഡിയൊക്കെ കിട്ടും. പിന്നെ ചേട്ടായിക്കാണെങ്കിൽ ഒരു വാലിൻ്റെ കുറവ് മാത്രമേ ഉള്ളല്ലോ. അത് ഞാൻ ആലോചിക്കാഞ്ഞിട്ടല്ല, പക്ഷെ നിന്റെ കൂടെ ഞാൻ വരുമ്പോൾ ആൾക്കാർ ചിന്തിക്കും നിന്റെ സ്വന്തക്കാരാണ്ട് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ വന്നില്ല. വീട്ടിൽ 2-3 ബെഡ്റൂം ഉണ്ടെങ്കിലും പട്ടി ചാരത്തിൽ കിടക്കണമല്ലോ, ഇവിടെ കിടന്ന് നിനക്ക് ഉറങ്ങാവുള്ളൂ അല്ലേ? ഓ, ഞാൻ ആ TV കണ്ടൊന്ന് മയങ്ങിപ്പോയതാ. എടി, നൈറ്റ് ഡ്യൂട്ടി ഉള്ള ദിവസമെങ്കിലും ഈ സീരിയലും കണ്ടോണ്ടിരിക്കാതെ നിനക്ക് കുറച്ചു നേരം കിടന്ന് ഉറങ്ങാൻ മേലേ? ഈ ഉറക്കച്ചടവായിട്ട് ആശുപത്രി ചെന്ന് വല്ല മരുന്ന് മാറി കുത്തിവെച്ചെങ്കിലുണ്ടല്ലോ, ഒന്നാമതെ എല്ലായിടത്തും ലേ ഓഫാ. മക്കളെ, ചാക്കിമോളെ, എടാ അതായിക്കോട്ടെ. ആ അപ്പച്ചനാർന്നോ? ഞാൻ പിള്ളേരെ ഒന്ന് വിളിച്ചപ്പോൾ തന്നെ അവർ വന്നല്ലോ എന്ന് ഓർത്ത് ഞെട്ടിപ്പോയി. ആ മക്കളെ, ദേ നിങ്ങൾക്ക് ഹാലോവിനുള്ള കോസ്റ്റ്യൂം ഡാഡി മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ആ ഇനിയിപ്പം അതില്ലാഞ്ഞിട്ട് ആരും വിഷമിക്കണ്ട. ദേ ബാറ്റ്മാനാ മേടിച്ചേക്കണേ. എന്നാടാ, നല്ലതാ. Dad, this isn't Batman. This is some cheap crap. I don't even know what this is. എടാ മാനെ, നീ ഇത് എന്നും വെച്ചോണ്ട് നടക്കാനുള്ളതല്ലോ. ഹാലോവിൻ്റെ അന്ന് വൈകുന്നേരം ശകല നേരം മോന്തേ വെക്കാനല്ലേ ഉള്ളൂ. നമ്മൾ ഉപയോഗിച്ച് കളഞ്ഞിട്ട് ഇത് കളയാണ് താനും. അതുകൊണ്ട് സാരമില്ല, ഇതൊക്കെ മതി. But I don't want to be a Batman. I want to be a witch. പിള്ളേർക്ക് വേണ്ടിയത് അങ്ങ് മേടിച്ചു കൊടുത്തൂടെ? അച്ഛൻ ഈയിടെയായിട്ട് ഇച്ചിരി പിശുക്ക് കൂടുന്നുണ്ട്. ഈ സമ്പാദ്യം കെട്ടിപ്പിടിച്ച് എങ്ങോട്ട് കൊണ്ടുപോകാന്? അവർക്ക് തന്നെ കൊടുക്കാനുള്ളതല്ലേ. മക്കളെ, നമുക്ക് നാളെ പോയി നിങ്ങൾക്ക് വേണ്ടിയ കോസ്റ്റ്യൂം മേടിക്കാം. നിങ്ങളിപ്പോൾ പോയിരുന്ന് പഠിക്കും. എന്നാ നീ ഒരു കാര്യം ചെയ്യടി, ഇപ്പൊ തന്നെ ഉള്ളതല്ല ഇവർക്ക് അങ്ങ് എഴുതി കൊടു. എന്നിട്ട് നമുക്ക് പെരുവഴിയിലേക്ക് ഇറക്കാം. ഞാൻ ഉണ്ടാക്കുന്ന ഒരു വശം കളയാൻ നിങ്ങൾ കുറെ പേരുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് ഈ ചൈനക്കാരാ ഹാലോവിൻ കണ്ടുപിടിച്ചെന്നാ. അമേരിക്കക്കാരെ പറ്റിക്കാനേ ഒരു വർഷം എത്ര ഡോളറിന്റെ കോസ്റ്റ്യൂം അമേരിക്കയിലേക്ക് കയറ്റി വിടുന്നത്. പിന്നെ വീടിന്റെ ഫ്രണ്ടിൽ വെക്കാൻ കണ്ട ചെലന്തി വല, പ്രതിമകള്, ജഗത്താന്റെ കിറി, അങ്ങനെ എന്തെല്ലാം. ആ അതും പോരാഞ്ഞിട്ട് എത്ര ഡോളറിന്റെ മൊട്ടായി ചിലവാകും ഒരു കൊല്ലം. ഒരു അമേരിക്കക്കാരൻ്റെ ആവറേജ് ഒരു $20 മൊട്ടായി മേടിച്ചാൽ തന്നെ എത്ര ഡോളറാ?
അത് ശരി. പ്രിൻസി ചേച്ചി ഇതെന്നാ മത്തങ്ങയൊക്കെ ആയിട്ട്? ഇത് ചക്കിമോക്ക് നാളെ സ്കൂളിൽ കൊണ്ടുവന്നാ. അതന്നെ ചക്കിമോളിപ്പം ആപ്പിളൊക്കെ നിർത്തി ഇതാണ് കഴിക്കുന്നത്. എടാ ഇത് നാളെ അവർക്ക് സ്കൂളിൽ ഒരു കോൺടെസ്റ്റ് ഉണ്ട്, പംകിൻ കാവിംഗ് കോൺടെസ്റ്റ്. അതെന്നാ കോൺടെസ്റ്റാ? എടാ ഇതിന്റെ പുറത്ത് ഈ തലയോട്ടിയുടെ പടമൊക്കെ വരച്ച് ഓരോരുത്തർ കാവ് ഇത് വീടിന്റെ മുമ്പിലൊക്കെ വെക്കത്തില്ലേ, അതുപോലെ. എന്നാൽ ഇതുപോലത്തെ പറഞ്ഞാൽ എൻ്റെ വീട്ടിലും മേടിച്ചു വെക്കാം. എന്നാൽ ശരി, ഞാൻ പോവാം കേട്ടോ. നീ കഴിക്കുന്നില്ലേ? ഇല്ലില്ല, നാളെ ഹലോവിനൊക്കെ ഉള്ളതല്ലേ, എനിക്ക് കുറേ ഷോപ്പിംഗ് ഒക്കെ ഉള്ള. ഇതെവിടുന്ന ഒരു മത്തങ്ങ? ഞാൻ മത്തനൊന്നും നട്ടില്ലല്ലോ. ഈ വല്ല കാക്കയും കൊത്തിയിട്ടതാണോ? എന്നാലും ഇത്രയും വലിയ കാക്കയോ? Grandpa, did you see my pumpkin? വാട്ട്? Grandpa, എൻ്റെ pumpkin കണ്ടോ? കൊച്ചേ, നിന്നോട് ഞാൻ മലയാളത്തിൽ പറയാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. മമ്മി, മമ്മി. മനുഷ്യനെ ഒരു മിനിറ്റ് അങ്ങ് ഇരുത്തരുത്. എല്ലാ 5 മിനിറ്റ് മമ്മി മമ്മി വിളിച്ചില്ലെങ്കിൽ മോക്ക് ശ്വാസം കിട്ടത്തില്ലല്ലോ. എന്തുവാ? I can't find my pumpkin. അതവിടെ വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. Well, it's not there. അപ്പച്ചാ മോടെ പംകിൻ കണ്ടോ? ഏത് പമ്പ്? സൈക്കിളിൽ കാറ്റടിക്കണ പമ്പോ? അത് ആ ഗിരിഗിരിച്ചെറുക്കോട് ചോദിച്ചാൽ മതി. ആ പിന്നെ ഒരു കാര്യം, ഒരാഴ്ചത്തേക്കുള്ള മത്തങ്ങേരിശ്ശേരി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും ഉണ്ടാക്കണ്ട ഇനി. പണ്ട് ഞാൻ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഒരു പാലമരം ഉണ്ടായിരുന്നു. ആ പാൽമരത്തെ മുഴുവൻ യക്ഷികളായിരുന്നു. ആ യക്ഷികളെ നാട്ടിലെ ആൾക്കാർ ആണി കൊണ്ട് തറച്ച് ആ മരത്തേലാണ് ആവഹിച്ചിരുന്നത്. ഇപ്പോഴും ആ മരത്തെ ചോരക്കറയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ നാട്ടിലെ ആൾക്കാർ സന്ധ്യസമയത്ത് ആ മരത്തിൻ്റെ അതിൽ കൂടെ ഒന്നും പോത്തില്ല, അറിയാവോ? നീ ഒന്ന് ചുമ്മാ ഇരി എൻ്റെ ഗിരിഗിരി. യക്ഷിയില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ ഇരുട്ടത്ത് എന്തോരം നടന്നേക്കണു. നീ വെറുതെ കെട്ടുകഥ ഉണ്ടാക്കി പിള്ളേരെ പേടിപ്പിക്കാതെ. Dad, this is Halloween. നമുക്ക് പേടിയും കുഴപ്പമൊന്നുമില്ല. ചേട്ടൻ പറ. ഇത് കെട്ടിയതൊന്നുമല്ല, ഞാൻ 3-ലോ 4-ലോ പഠിച്ചുകൊണ്ടിരുന്നപ്പം സംഭവിച്ച കഥയാണ്. ഒരു ദിവസം സ്കൂൾ വിട്ട് രാത്രി കറണ്ടൊന്നും ഇല്ല, അതിലൂടെ വരുമായിരുന്നു. അപ്പോൾ അവിടെ ചിൽ 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 എന്ന് ശബ്ദം കേട്ടു. എടാ അത് വല്ല പക്ഷി ചലച്ചായിരിക്കും, അല്ലാതെ യക്ഷി രാത്രി ചിലങ്കം കെട്ടി ഡാൻസ് പഠിക്കാൻ പോവല്ലേ? ഈ ചേട്ടാ ഇവിടെ കിടന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തുവാണെങ്കിൽ ഞാൻ ഇതെൻ്റെ സംഭവം പറയത്തില്ല കേട്ടോ. Daddy, stop it. നമുക്ക് എൻ്റെ റൂമിൽ പോവാം. ഡാഡി എപ്പോഴും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. മത്തായി കുഞ്ഞാ, നിന്റെ ഹോംവർക്കൊക്കെ കഴിഞ്ഞോ? ഞാൻ എത്ര നേരം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം എൻ്റെ ബ്രേക്കാണ്. ഓ അത് ശരി. നിന്റെ കാര്യം നാട്ടിലെ സർക്കാർ ഓഫീസ് പോലെയാണല്ലോ. 1 മണിക്കൂർ ജോലി ചെയ്താൽ 2 മണിക്കൂർ ബ്രേക്ക്. ചെല്ലുകല്ലേ, കഥ കേക്ക്. ചേട്ടായുടെ അതേ പല്ല് കണക്ക്. അപ്പച്ചാ, ഇത് ഹാലോവിൻ്റെ പിള്ളേർ തൃക്കോ ത്രീറ്റ് പറഞ്ഞു വരും കേട്ടോ. അപ്പോൾ അവർ വന്നു കഴിയുമ്പോൾ ഈ മുട്ടായിക്കോട്ട് കുറേശ്ശെ അവർക്ക് വാരി കൊടുക്കണം. അപ്പച്ചന് ഇതുമായിട്ട് ആ ഫ്രണ്ടിൽ വരാതെ പോയിരുന്നു കേട്ടോ. ആരാണ്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആ ജേക്കബ് സാറോ, വാ 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 വാ. ഓണപ്പരിപാടി കഴിഞ്ഞ പിന്നെ നമ്മൾ കണ്ടില്ലല്ലോ. വാ മക്കളെ. ഒരെണ്ണം നിനക്ക്, ഇതൊരെണ്ണം നിനക്ക്. അപ്പച്ചന് തന്നെ റേഷൻ കടക്കാരുടെ കൂട്ട് പിള്ളേർക്ക് കുറച്ചുകൂടെ കൊടുത്തേ. ആ സാറ് വന്നു തന്നായി. സാറിനെ ഞാൻ വിളിക്കാതിരിക്കുകയായിരുന്നു. ഹോംവർക്കിൻ്റെ കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു. ഓ, ജോർജിനെ പോയ ജോലിയിൽ ഹോംവർക്ക് തന്നു തുടങ്ങിയോ? ജോലിയിലല്ല, ഇവിടെ പിള്ളേരുടെ ഈ ഹോംവർക്ക് എല്ലാം നോക്കുന്ന ഞാനല്ലേ. ഓ, കണക്കിൻ്റെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാലേ നമ്മുടെ തന്നെ തല പറയും. നമ്മൾ പ്രീ ഡിഗ്രിക്ക് പഠിച്ച സാധനങ്ങളാണ് ഇവിടെ 2ാം ക്ലാസ്സുകാരെ പഠിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ശരിയാവണേ? ദാറ്റ്സ് ട്രൂ. പക്ഷേ നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ വർക്ക് ലോഡ് ഇവിടുത്തെ കുട്ടികൾക്കില്ല. ഇതെന്താ അപ്പച്ചൻ്റെ തലമുടിയൊന്നും ഡൈ ചെയ്യാതെ? കോസ്റ്റ് കട്ടിങ് ആണോ, അതോ ഇവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വീണതുകൊണ്ടാണോ? സ്റ്റോക്ക് എക്സ്ചേഞ്ച് താഴെ പോയിരുന്നോ? സിമെന്റിലെ മണ്ണ് ചേർക്കുന്ന പരിപാടി ഇവിടെ ഉണ്ടോടാ കൊച്ചുഞ്ഞേ? എൻ്റെ പൊന്നപ്പച്ച, ആ കെട്ടിട ഉരുണ്ട് വീണെന്നല്ല സാറ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ മുകളിലോട്ടും താഴോട്ടും താഴണ ഒരു സാധനമുണ്ട്, ഒരു സൂചി. അത് താഴെ പോയെന്നാ പറഞ്ഞേ.
Who is this? ചേട്ടാ ഇത് ഞാനാ. അല്ല നീ ഇത് എന്നാ വേഷാടാ കിട്ടിയേക്കണേ? കൊള്ളാലോ. ബുഷായിട്ടാ. ചേട്ടാക്ക് ഇത് കണ്ടിട്ട് മനസ്സിലായത്? ഇത് ലുട്ടാപ്പിയാ. ലുട്ടാപ്പി എന്നെ എങ്ങനെ ചോന്നിരിക്കുന്നേ? ലുട്ടാപ്പി പിന്നെ വെളുത്തിട്ടാണ് ഇരിക്കുന്നത്. എനിക്കറിയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ വീട്ടുകാരല്ലേ? ചേട്ടായി ബാ ഫ്രണ്ടിൽ കൂടെ നടന്നാൽ മതി. ഓക്കെ? എന്നാ എൻ്റെ വാലക്കറി ചവിട്ടണ്ട. ഞാൻ ഇത് ഒരു വിധത്തിൽ ഓട്ടിച്ച് വെച്ചിരിക്കുന്നു. Trick or treat. ക്രിക്കറ്റ് I thought it was a candy. You want? അപ്പച്ചാ, അപ്പച്ചാ, ഇത് വാതിൽ പൂട്ടിട്ട് എങ്ങാണ്ട് പോയെന്ന് തോന്നണല്ലോ. അപ്പച്ചാ, നീ ഇവിടെ നിൽക്കുക കേട്ടോ കൊച്ചിൻ്റെ കൂടെ. ഞാനൊരു കാര്യം ചെയ്യാം, ഒന്ന് നോക്കിയിട്ട് വരാം. എവിടെ പോയി പോലും ഇത്? തൃക്കാത്രി 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 തൃക്കാത്രി. അപ്പച്ചന് ഇത് എന്തിന്റെ കേടാ? എടാ നല്ല ഒന്നാന്തരം ക്യാൻഡിയാടാ കിട്ടുന്നത്. നീ ആ ഡോളർ കടയിൽ നിന്ന് മേടിക്കുന്ന കുട്ടികളുടെ ക്യാൻഡി അല്ലത്. ഇനിയിപ്പോൾ ഞാൻ നാട്ടിൽ പോകുമ്പോൾ നീ വേറെ ക്യാൻഡി ഒന്നും മേടിക്കണ്ട. ക്യാൻഡി നല്ലത് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. തൃക്കോത്രി 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 തൃക്കോത്രി